ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ഈശോ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. അത് ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ആ ഊമൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ വലിയൊരു അത്ഭുതം നടന്നപ്പോൾ കുറച്ച് പേര് കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്. അവർ ഈശോ പറയാണ്, നീ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുക, ഈ രോഗശാന്തിയൊക്കെ കൊടുക്കുക. അവിടെയാണ് ഈശോ അവരോട് നിശിതമായിട്ട് പറയുക. പല രീതിയിൽ ഈശോ വിമർശിക്കുന്നുണ്ട്. അവസാനം ഈശോ പറയുക, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. നീ ഈശോയുടെ കൂടെ ആണെങ്കിൽ നിന്റെ ഹൃദയം എപ്പോഴും ഈശോയുടെ ഒപ്പം ചിന്തിക്കണം. ബുദ്ധി നീ നിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷെ നിൻ്റെ ഹൃദയം ഈശോടൊപ്പമാണെങ്കിൽ ഹൃദയത്തിനനുസരിച്ചേ ബുദ്ധി ചലിക്കത്തുള്ളൂ, ഹൃദയത്തിനനുസരിച്ചേ മനസ്സ് ചലിക്കത്തുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ഈശോയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. അവൻ്റെ പ്രവർത്തന ശൈലികളെ നീ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുക ചെയ്യുക. നീ പ്രവർത്തന ശൈലികളെ ബുദ്ധിയിലിട്ട് വിശകലനം ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ആഴം നിനക്ക് നഷ്ടപ്പെടും. ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്നേഹിക്കുവാനായിട്ട്, ഒട്ടിച്ചേർന്നിരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൊണ്ടു. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട്, ഹൃദയം കൊണ്ട് നിന്നെ മനസ്സിലാക്കുവാനായിട്ട്, ഹൃദയത്തിൽ നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ